University Second Allotment Published ചെയ്തു ഇന്ന്. അപ്പോൾ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് തന്നെ എത്രാം തീയതിക്ക് മുൻപായിട്ടാണ് നമുക്ക് ഫീസ് അടയ്ക്കേണ്ടത്? അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത കുട്ടികൾ ഇപ്പം മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, മാറ്റം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഒട്ടും മിസ്സാക്കാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഹലോ, ദിസ് ഇസ് Vishnupriya. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാനുള്ള കാലാവധി, അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ആയിട്ടിരിക്കാം, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ നോക്കുന്നതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് അലോട്ടായി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് സൈറ്റിൽ കയറി പിന്നീട് ലോഗിൻ സെലക്ട് ചെയ്തു. അവിടെ നമുക്ക് ക്യാപ്പ് എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് അലോട്ടായി കിട്ടിയിട്ടുണ്ടോ എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 9/9/2021 വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ നിശ്ചിത സർവകലാശാല ഫീസ് ഓൺലൈനായിട്ട് അടച്ച് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് ഈ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ 9/9/2021 വരെയാണ്. അന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് ഈ ഒരു അഡ്മിഷൻ നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോയും അതോടൊപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവേശനം കൺഫേം ചെയ്യാത്തവരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതും ഇവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കത്തില്ല. ഇനി ഒന്നാം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടല്ലോ, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത കുട്ടികൾ, അപ്പോൾ അവർക്ക് ഇനി സെയിം ആയിട്ടുള്ള കോളേജ് തന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, റിപ്പോർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ പ്രോഗ്രാം അല്ലെങ്കിൽ കോളേജ് രണ്ടാം അലോട്ട്മെൻറ്റിൽ ലഭിക്കുകയാണെങ്കിൽ അത്തരക്കാർക്ക് വീണ്ടും മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്ത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുത്ത് പ്രവേശനം കൺഫേം ചെയ്യേണ്ടതാണ്. ഇനി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ഓപ്ഷൻസിലെ കോളേജിൻ്റെ പേരും പിന്നീട് കോഴ്സും സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. മാക്സിമവും മിനിമവും ഇൻഡെക്സ് അവിടെ കാണാം. അപ്പോൾ അതിനിടയ്ക്കുള്ള കുട്ടികളെയാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുക എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം എവിടെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വരാനുള്ള ചാൻസ് എന്ന് മനസ്സിലാക്കി ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി കോളേജിൽ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഓരോ ഡോക്യുമെൻറ്റ്സും നമുക്ക് തന്നെ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നവ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. ഇനി വരുന്ന അപ്ഡേറ്റ്സുകൾ ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കാം പുതിയ വീഡിയോയിലൂടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.